കോർട്ടിലെ പ്രതിസന്ധികളോട് പൊരുതി ജയിക്കാൻ റാക്കറ്റിനേക്കാൾ കൂടുതൽ ജോക്കോവിച്ച് ഉപയോഗിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഇരുമ്പ് മനസ്സാണ്. വീഴാൻ വിസമ്മതിക്കുന്ന ആ നിശ്ചയദാർഢ്യമാണ് അദ്ദേഹത്തെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ടെന്നീസ് താരമാക്കുന്നത്. ഫെഡറർക്കും നദാലിനും മേലെ കിരീട നേട്ടങ്ങളുമായി തിളങ്ങുന്ന സെർബിയൻ ഇതിഹാസത്തെക്കുറിച്ച് ടെന്നീസ് ലോകം വിലയിരുത്തുന്നത് അങ്ങനെയാണ്. എന്നാൽ ഇനിയൊരു ഗ്രാൻഡ് സ്ലാം ജോക്കോ നേടുമോ? അതിനയാളെ ടെന്നീസിലെ പുതുനിര യുവാക്കൾ സമ്മതിക്കുമോ? ടെന്നീസ് ചരിത്രത്തിലെ അതിമാനുഷനാകാനുള്ള സെർബിയൻ ഇതിഹാസ താരത്തിൻ്റെ കാത്തിരിപ്പ് എന്ന് അവസാനിക്കും? അമാനുഷികനെന്ന് പറഞ്ഞാൽ ടെന്നീസ് ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ചരിത്ര നേട്ടം ജോക്കോയെയും ടെന്നീസ് പ്രേമികളെയും കൊതിപ്പിക്കാൻ തുടങ്ങിയിട്ട് 3 വർഷമായി. ടെന്നീസിലെ അസംഖ്യ മഹാരഥന്മാർക്ക് സ്വപ്നം പോലും കാണാനാകാത്ത 25 ഗ്രാൻഡ് സ്ലാമുകൾ എന്ന മഹത്തായ നേട്ടത്തിന് ഇനി ഒറ്റ കിരീടം മതി. പക്ഷേ അതിനയാളെ പുതിയ താരങ്ങൾ അനുവദിക്കുന്നില്ല. നൊവാക് ജോക്കോവിച്ച് എന്ന ടെന്നീസിലെ ആധുനിക യുഗത്തിലെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളായ 25ഓളം വർഷത്തെ പ്രൊഫഷണൽ പരിചയമുള്ള ജോക്കോവിച്ചിൻ്റെ തോൽക്കാൻ വിസമ്മതിക്കുന്ന നിശ്ചയദാർഢ്യത്തെ തച്ചുടച്ചത് ഒരു 19കാരനാണ്. പേര് ജോവോ ഫോൺസേക്ക. ബ്രസീലുകാരനാണ്. ജോക്കോവിച്ച് എന്ന ഇതിഹാസം ഒരു കൗമാരക്കാരന് മുന്നിൽ ടെന്നീസ് ചരിത്രത്തിൽ ആദ്യമായി വീണുപോയത് കണ്ട് അമ്പരക്കുകയാണ് കായിക ലോകം. ഫ്രഞ്ച് ഓപ്പണിൻ്റെ 3ാം റൗണ്ടിലായിരുന്നു ആ അട്ടിമറി. 3ാം റൗണ്ടിലെ 5 സെറ്റ് നീണ്ട ആവേശപ്പോരിൽ മുൻ ലോക 1ാം നമ്പറും പുരുഷ ടെന്നീസിൽ ഏറ്റവും കൂടുതൽ ഗ്രാൻഡ് സ്ലാം കിരീടങ്ങൾ നേടിയ താരവുമായി ജോക്കോവിച്ചിന് അടുത്തെത്തിയത് 5 മണിക്കൂർ നീണ്ട പോരിലാണ്. കരിയറിൽ എത്രയോ തവണ മണിക്കൂറുകൾ നീണ്ട പോരാട്ടം ജോക്കോവിച്ച് പൊരുതി നേടിയിരിക്കുന്നു. പക്ഷേ ഇത്തവണ ജോക്കോയുടെ കണക്കുകൂട്ടലുകൾ എല്ലാം തെറ്റി. ആദ്യ 2 സെറ്റുകളും വലിയ വെല്ലുവിളി കൂടാതെ നേടിയ ജോക്കോവിച്ച് മത്സരം വളരെ നേരത്തെ അവസാനിപ്പിക്കുമെന്നാണ് തോന്നിയത്. എന്നാൽ അമ്പരപ്പിക്കുന്നതായിരുന്നു ഫോൺസേക്കയുടെ തിരിച്ചുവരവ്. ആദ്യ 2 സെറ്റും 6-4 എന്ന സ്കോറിൽ നേടിയ ജോക്കോവിച്ചിനെതിരെ നിർണായകമായ 3ാം സെറ്റ് 6-3 നേടി ഫോൺസേക്ക വെല്ലുവിളിച്ചു. അപകടം തിരിച്ചറിഞ്ഞ ജോക്കോ ആക്രമണം കടുപ്പിച്ചെങ്കിലും കൗമാര താരം വിട്ടുകൊടുത്തില്ല. ഇഞ്ചോടിഞ്ച് നീണ്ട അവസാന 2 സെറ്റുകൾ. അതിൽ 2ലും ഫലം നിർണ്ണയിക്കപ്പെട്ടത് ടൈ ബ്രേക്കറിൽ. 4ാം സെറ്റിൽ 5-4 ലീഡ് ചെയ്തിരുന്ന ജോക്കോയ്ക്ക് 2 പോയിന്റ് മതിയായിരുന്നു വിജയമുറപ്പാക്കാൻ. എന്നാൽ പതറാതെ കളിച്ച ഫോൺസേക്ക തൻ്റെ സെർവിൽ ഗെയിം തിരിച്ചുപിടിച്ച് മത്സരം ടൈ ബ്രേക്കറിലേക്ക് നീട്ടി. 5ാം ഗെയിമിൽ 3-1 മുന്നിലായിരുന്നിട്ടും ജോക്കോയ്ക്ക് അവിടെയും ജയിക്കാനായില്ല. അവസാന 2 സെറ്റുകളും 7-5 എന്ന സ്കോറിൽ പൊരുതി നേടിയ ബ്രസീലിയൻ യുവതാരം റൊളാൻ ഗാരോസിലെ മാത്രമല്ല ടെന്നീസ് ചരിത്രം തന്നെ തിരുത്തുകയായിരുന്നു. ജോക്കോവിച്ചിനെ കീഴടക്കുന്ന ആദ്യ കൗമാര താരമായി മാറുകയായിരുന്നു 19കാരനായ ഫോൺസേക്ക. 39കാരനായ ജോക്കോവിച്ചിനേക്കാൾ 20 വയസ്സ് കുറവുണ്ട് ജോവോ ഫോൺസേക്കയ്ക്ക്. 5 സെറ്റ് പോരാട്ടം നീണ്ടത് 5 മണിക്കൂറാണ്. ഫോൺസേക്കയ്ക്ക് 2 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് ഫ്രഞ്ച് ഓപ്പണിൽ ഇതിനു മുമ്പ് ജോക്കോവിച്ച് ക്വാർട്ടർ കാണാതെ പുറത്തായിട്ടുള്ളത് എന്ന് ഓർക്കുക. അതായത് 2009. കളി തുടങ്ങുമ്പോൾ 4ാം നമ്പർ താരമായിരുന്ന ജോക്കോവിച്ച് ഈ തോൽവിയോടെ 7ാം റാങ്കിലേക്ക് പിന്തള്ളപ്പെട്ടു. ടെന്നീസ് ചരിത്രത്തിലെ വിലപ്പെട്ട കിരീടങ്ങളായ ഗ്രാൻഡ് സ്ലാമുകളുടെ എണ്ണം 25 എന്ന മാന്ത്രിക സംഖ്യയിലെത്തിക്കാനുള്ള ജോക്കോവിച്ചിൻ്റെ കാത്തിരിപ്പ് 3ാം വർഷം എത്തിയപ്പോൾ ഒരു സംശയം ബാക്കിയാണ്. 2023 സെപ്റ്റംബറിൽ ഡാനിയൽ മെദ്വെദേവിനെ കീഴടക്കി നേടിയ US ഓപ്പൺ കിരീടമാണ് ഒടുവിലത്തേത്. ജോക്കോയുടെ 24ാം ഗ്രാൻഡ് സ്ലാം നേട്ടം. ഒടുവിൽ കിരീടം ഫൈനലിൽ നഷ്ടമായത് ഈ വർഷത്തെ ഓസ്ട്രേലിയൻ ഓപ്പണിലാണ്. കഴിഞ്ഞ 5 വർഷത്തെ കണക്കെടുത്താൽ ജോക്കോയോളം നേട്ടമുണ്ടാക്കിയ വലിയ ടെന്നീസ് താരങ്ങൾ ഉണ്ടായിരുന്നില്ല. 2021 ഓസ്ട്രേലിയൻ ഓപ്പണും ഫ്രഞ്ച് ഓപ്പണും വിംബിൾഡണും നേടിയ ജോക്കോ US ഓപ്പൺ ഫൈനലിൽ ഡാനിയൽ മെദ്വെദേവിന് തോറ്റു. കലണ്ടർ ഗ്രാൻഡ് സ്ലാം എന്ന നേട്ടമാണ് അവിടെ നഷ്ടമായത്. 2022 കോവിഡ് വാക്സിനുമായി ബന്ധപ്പെട്ട വിവാദം ഓസ്ട്രേലിയൻ ഓപ്പണിലും US ഓപ്പണിലും കളി മുടക്കി. എന്നാൽ ആ വർഷവും വിംബിൾഡണിൽ ജോക്കോയായിരുന്നു ചാമ്പ്യൻ. 2023 ഓസ്ട്രേലിയൻ ഓപ്പണും ഫ്രഞ്ച് ഓപ്പണും US ഓപ്പണും നേടിയാണ് ടെന്നീസിൽ ഏറ്റവും കൂടുതൽ ഗ്രാൻഡ് സ്ലാം നേടുന്ന താരമായി ജോക്കോ ഉയർത്തപ്പെട്ടത്. പക്ഷേ അന്ന് വിംബിൾഡൺ ഫൈനലിൽ തോറ്റു. 2024 കാർലോസ് അൽക്കാരസ്, യാനിക് സിന്നർ തുടങ്ങിയ യുവതാരങ്ങൾ കളം പിടിച്ചതോടെ ജോക്കോവിച്ച് വെല്ലുവിളി നേരിടുകയാണ്. 2024 ഒളിമ്പിക് സ്വർണം നേടിയെങ്കിലും ഗ്രാൻഡ് സ്ലാമുകൾ അകന്നു നിന്നു. വിംബിൾഡണിൽ ഫൈനലിൽ തോറ്റു. ഓസ്ട്രേലിയൻ ഓപ്പണിൽ സെമിയിലും US ഓപ്പണിൽ പ്രീ ക്വാർട്ടറിലും പുറത്തായപ്പോൾ ഫ്രഞ്ച് ഓപ്പണിൽ ക്വാർട്ടറിൽ പരിക്കേറ്റ് പിന്മാറേണ്ടി വന്നു. 2025 3 ഗ്രാൻഡ് സ്ലാമുകളുടെ സെമിയിൽ ജോക്കോ പരാജയപ്പെട്ടു. ഫ്രഞ്ച് ഓപ്പണിൽ ക്വാർട്ടറിലും. 2026 അതായത് ഈ വർഷം ആദ്യ ഗ്രാൻഡ് സ്ലാമായ ഓസ്ട്രേലിയൻ ഓപ്പണിൽ ഫൈനലിലെത്തിയെങ്കിലും അൽക്കാരസിനോട് തോൽക്കുകയായിരുന്നു. ഫ്രഞ്ച് ഓപ്പണിൽ 3ാം റൗണ്ടിൽ പുറത്തുമായി. ഇനി ഈ വർഷം ബാക്കിയുള്ളത് വിംബിൾഡണും US ഓപ്പണുമാണ്. ഇതിലൊന്ന് നേടിയാൽ മതി 25ാം ഗ്രാൻഡ് സ്ലാം നേട്ടത്തിന്. അതിന് അൽക്കാരസും സിന്നറും ഉയർത്തുന്ന വെല്ലുവിളി കടുപ്പിച്ചാണ് കൗമാരതാരമായ ജോവോ ഫോൺസേക്കയും ഉയർന്നു വരുന്നത്. വലങ്കയ്യൻ താരമായ ഫോൺസേക്കയെക്കുറിച്ച് കൂടി പറയേണ്ടിയിരിക്കുന്നു. പുരുഷ ടെന്നീസിലെ ഏറ്റവും മികച്ച നെക്സ്റ്റ് ജനറേഷൻ പ്രതിഭകളിൽ ഒരാളായാണ് അയാൾ വിലയിരുത്തപ്പെടുന്നത്.
ഗ്രാൻഡ് സ്ലാമിലെ അരങ്ങേറ്റത്തിൽ ലോക 9-ാം നമ്പർ ആന്ദ്രെ റുബലോവിനെ കീഴടക്കിയാണ് 2025-ൽ താരം വരവറിയിച്ചത്. കോർട്ടിലെ അസാധ്യ വേഗവും ബേസ് ലൈനിലൂന്നിയുള്ള പവർ ഗെയിമുമാണ് പ്രത്യേകത. കളിമൺ കോർട്ടിലും ഹാർഡ് കോർട്ടിലും ഒരുപോലെ തിളങ്ങാനുള്ള ശേഷിയുമുണ്ട്. ഭാവിയിലെ 1-ാം നമ്പർ താരമാകാനുള്ള കളിക്കാരനായാണ് ഫെഡററുടെ കളിശൈലിയോട് സാമ്യമുള്ള ഫൊൺസേക്കയെ വിലയിരുത്തുന്നത്. 2024-ൽ നെക്സ്റ്റ് ജെൻ ATP കിരീടം നേടിയാണ് ലോകശ്രദ്ധ നേടിയത്. കഴിഞ്ഞ വർഷം 2 ATP കിരീടങ്ങൾ നേടിയ ഫൊൺസേക്ക ടെന്നീസിലെ ഓപ്പൺ ഇറയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ബ്രസീലിൻ്റെ ചാമ്പ്യനാണ്. ഫ്രഞ്ച് ഓപ്പണിൽ നിന്ന് ഇക്കുറി 1-ാം സീഡ് യാനിക് സിന്നറും പുറത്തായതോടെ ഫൊൺസേക്കയ്ക്ക് മുന്നിൽ ആദ്യ ഗ്രാൻഡ് സ്ലാം സാധ്യത തുറക്കുകയാണ്. ടെന്നീസിലെ ഓപ്പൺ യുഗത്തിൽ ഒരു ഗ്രാൻഡ് സ്ലാം ടൂർണമെൻറ്റ് പ്രീ ക്വാർട്ടറിൽ ഒരു മുൻ ചാമ്പ്യൻ പോലും ഇല്ലെന്ന അവസ്ഥയും ഇതാദ്യമായി ഇത്തവണ ഫ്രഞ്ച് ഓപ്പണിൽ സംഭവിച്ചു. ആദ്യ 10 സീഡിലുള്ള താരങ്ങളൊന്നും ടൂർണമെൻറ്റിൽ അവശേഷിക്കുന്നില്ല എന്നത് കൗമാര താരത്തിൻ്റെ കിരീടത്തിന് വഴിവെച്ചേക്കാം. എന്തായാലും തലമുറ മാറ്റത്തിനാണ് റൊളാൻഡ് ഗാരോസ് സാക്ഷ്യം വഹിക്കുന്നത്. തോറ്റ ശേഷം ഫൊൺസേക്കയെ ആലിംഗനം ചെയ്ത ജോക്കോ യുവതാരത്തെ ആവോളം അഭിനന്ദിക്കാൻ മറന്നില്ല. ടെന്നീസിലെ വലിയ കിരീടങ്ങൾ നേടാൻ തക്ക പ്രതിഭയാണ് ഫൊൺസേക്ക. കൗമാര താരത്തെക്കുറിച്ച് ലോകം ചർച്ച ചെയ്യുന്നതിൽ അതിശയമില്ല. അതിൻ്റെ കാരണമാണ് ലോകം തൻ്റെ തോൽവിയിലൂടെ കണ്ടത്. എനിക്ക് പിഴവ് പറ്റിയിട്ടില്ല, പക്ഷേ അവൻ എന്നെക്കാൾ മികച്ചവനായിരുന്നു. ഒരു യഥാർത്ഥ സ്പോർട്സ്മാൻ എന്താണോ അത് തെളിയിക്കുകയായിരുന്നു ജോക്കോവിച്ച് തൻ്റെ വാക്കുകളിലൂടെ. കളിക്കളത്തിലെ മാന്യനായ ജോക്കോ 25-ാം ഗ്രാൻഡ് സ്ലാമോടെ തന്നെ കരിയർ അവസാനിപ്പിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.